യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ദക്ഷിണചിത്ര ഹെറിറ്റേജ് മ്യൂസിയം ആണ്. ചെന്നൈ ECRലാണ് ലൊക്കേറ്റ് ആയിട്ടുള്ളത്. ഇവിടെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് വീക്കെൻഡ് ഡേ ആണെങ്കിൽ 175 വീക്ക് ഡേ ആണെങ്കിൽ 150 ആണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട്. സൺഡേ ആയതുകൊണ്ട് കുറേ റഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഇതെന്താ സംഭവം എന്ന്. ഈ ഒരു കാലത്ത് കരകാട്ടം കാണുന്നത് തന്നെ കുറവാണ്. നമ്മളിവിടെ വരുമ്പം തന്നെ ഒരു നല്ലൊരു വൈബാണ്. അപ്പോൾ നമുക്കിനി ഓരോ പ്ലേസ് ആയിട്ട് പോവാം. ഫസ്റ്റ് തമിഴ്നാട് ആൻഡ് കേരള ഹൗസിലോട്ടാണ് പോകുന്നത്. വന്നിട്ടുള്ളത് ചെട്ടിനാട് ഹൗസാണ്. ചെട്ടിനാട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെട്ടിനാട് ഹോട്ടൽ അതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഈ ഒരു കാലത്ത് ചെട്ടിനാട് ഹൗസ് എന്നൊക്കെ കാണുന്നത് ഭയങ്കര കഷ്ടമാണ്. പണ്ടത്തെ തൂണും പണ്ടത്തെ തിങ്സും ഒക്കെയാണ്. ഫുള്ളും ഓട് വീടാണ്. പിന്നെ നടുക്ക് വെള്ളം വരുന്ന രീതിയിലുണ്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനോ അപ്പോൾ യൂസ് ചെയ്ത പ്രോഡക്റ്റിനോ നല്ല ഡിഫറൻറ്റ് ഉണ്ട്. മൺപാനയും പണ്ടത്തെ കാലത്ത് അതൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറി. നമുക്കപ്പോൾ ഇതൊന്ന് ചുറ്റി കാണാം. നെക്സ്റ്റ് പ്ലേസ് ആമ്പൂർ സ്റ്റേറ്റ് ആണ്. ഫുള്ളും അഗ്രഹാരമാണ്. ഓരോ വീടും ചേർന്നാണ് ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ പണ്ടത്തെ ആ ഒരു ഇതാണ് ഓർമ്മ വരുന്നത്. അമ്മമാരും കൊച്ചുങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടി ചേർന്നിരുന്നതും. ഇപ്പോൾ നോക്കുവാണെങ്കിൽ എല്ലാവരും ഫോണിൽ അഡിക്റ്റഡ് ആയെന്ന് പറയാം. അതൊക്കെ ഒരുപാട് മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് നേരെ പോർട്ടൽ ഹൗസിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഫുള്ളും മൺപാനകളാണ്. നമുക്കും ചെയ്യാനായിട്ട് പറ്റും. പോർട്ടൽ സെക്ഷൻ ഉണ്ട്. 50 റുപ്പീസ് കൊടുത്താൽ മതി. അവിടെ വന്ന് ഭയങ്കര തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. പിന്നെ അവിടെ സെയിൽസിനും തിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. മൺകലം, മൺപാന, മൺഗ്ലാസ്, വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വാങ്ങാം. ദെൻ പുറത്ത് നോക്കിയപ്പോൾ കാണുന്നത് കൂര വീടാണ്. ഈ കാലത്ത് അതൊക്കെ കാണുന്നത് തന്നെ കുറവാണല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് അടുത്ത വീട്ടിലോട്ട് എത്തി. ഇവിടെ മെഹന്തി സെക്ഷനൊക്കെ ഉണ്ട്. മെഹന്തിയൊക്കെ ഇട്ട് തരും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചുറ്റി കാണാം. പണ്ട് കാലത്ത് ഈ സാരിയൊക്കെ വീവയില്ലേ, ഇതാണ് ത്രെഡ്. ഈ ത്രെഡ് വഴിയായിട്ട് വന്നിട്ടാണ് ഇതൊന്ന് ഫൈനൽ ഫിനിഷ്ഡ് ആയിട്ട് വരുന്നത്. ഇവിടെയാണ് സാരിയൊക്കെ വരുന്നത്. ഇതൊരു മാപ്പാണ്. കോട്ടൺ സാരി സെൻറ്റർ എവിടെയൊക്കെ ഉണ്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തമിഴ്നാട് ഹൗസൊക്കെ കണ്ടു. പുറത്ത് ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് കുറേ ഷൂട്ടിംഗ് പ്ലേസസ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് കേരള ഹൗസാണ്. കൂത്താട്ടുകുളം ഹൗസാണ് ഇതിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. തെങ്ങും പിന്നെ കുളമൊക്കെ ഉണ്ട് വീടിൻ്റെ മുന്നിൽ തന്നെ. അതിൻ്റെ അടുത്ത് വേറെ ഒരു കേരള വീടുണ്ടായിരുന്നു, ട്രിവാൻഡ്രം സ്റ്റൈലിൽ. അതിൻ്റെ മുന്നിലും കുളമൊക്കെ ഉണ്ടായിരുന്നു. വീടൊക്കെ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് ഷോപ്പിംഗ് ഏരിയ ആണ്. ഇവിടെ കുറേ ബാഗ് കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു ഷോപ്പിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ടൈപ്പ് ഓഫ് ബാഗ്സ് ആണ് ഉള്ളത്. ദെൻ ബാംഗിൾസ് അതൊക്കെ അവൈലബിൾ ആണ്, ഫാൻസി സ്റ്റോർ പോലെ തന്നെ. ദെൻ ക്ലോക്ക്, മിറർ, വുഡൻ തിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ക്ലോക്കൊക്കെ വുഡനിൽ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തിങ്സ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ദക്ഷിൺ
ചിത്ര ഹെറിറ്റേജ് മ്യൂസിയം മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വരുമ്പോൾ വേറൊരു വൈബാണ്, ഒരു ടൈം ട്രാവലർ പോലെയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുക. ദെൻ ഞാൻ ദക്ഷിണ ചിത്ര ഹെറിറ്റേജ് മ്യൂസിയത്തിൽ നേരെ ബ്ലൂ ഫ്ലാഗ് ബീച്ചിലോട്ട് പോയി. അപ്പോൾ അവിടുത്തെ ഇത് കാണാം. ഗൈസ്, ദക്ഷിണ ചിത്ര ഹെറിറ്റേജ് മ്യൂസിയത്തിൽ നിന്ന് നേരെ ബ്ലൂ ഫ്ലാഗ് ബീച്ചിൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ എൻട്രി ടിക്കറ്റ് വരുന്നത് ₹20 ആണ്, പെർ പേഴ്സൺ ആണ്. പിന്നെ ബൈക്കിന് തനിയായിട്ടും കാറിനും തനിയായിട്ടും വേണം. അപ്പൊ നമുക്ക് പോയി നോക്കാം. നല്ല കാറ്റുണ്ട്, വ്യൂസ് സൂപ്പറാണ്, ഭയങ്കര റഷായിട്ടുണ്ട്, കുറേ പേര് വന്നിട്ടുണ്ട് ഇവിടെ. സോ ഇവിടെ ബോട്ടിങ്സ് സർവീസ് ഒക്കെ ഉണ്ട്. മോർണിംഗ് ആണെന്ന് തോന്നുന്നു. സോ കുറച്ചു മുമ്പ് വരുമ്പോൾ ബോട്ടിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു അറ്റ്മോസ്ഫിയറും നല്ല സൂപ്പറും ആണ്. പ്രകൃതി സൗന്ദര്യമായിട്ടുള്ള ബീച്ചാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ. നൈറ്റ് വ്യൂ ഇവിടെ സൂപ്പറാണ്. പിന്നെ ഇവിടെ മേലെ ഹട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഫുൾ ഷോപ്പിംഗ് ഏരിയ ആണ്, എല്ലാ ഷോപ്സും അവൈലബിൾ ആണ്. ബീച്ചിൻ്റെ വ്യൂ ഇവിടെ നിന്ന് സൂപ്പറായിട്ട് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര കാറ്റും, അങ്ങനെ നമുക്കിവിടെ അങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ ഡേ. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.